ഹീജു കാറിനുള്ളിൽ ബോധം നഷ്ടപ്പെട്ട് കിടക്കുന്നതിന്റെ ഫോട്ടോ ദോജെ കിഡ്നാപ്പർക്കും അയച്ചു കൊടുത്തിരുന്നു. അങ്ങനെ അവൻ ദോജെ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുന്നു. അവൻ അവിടെ ഉണ്ടാവുമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷെ അവിടെ ആരെയും കാണാത്തതുകൊണ്ട് ഇങ്ങോട്ടൊക്കെ വരാമെന്ന് പറഞ്ഞിട്ട് അവനിത് എവിടെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് കിഡ്നാപ്പർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവിടേക്ക് നടക്കുന്ന സമയത്ത് ദോജെ അവന്റെ പുറകിലേക്ക് എത്തുന്നു. ഇവർ തമ്മിൽ ആദ്യമായിട്ടാണ് മീറ്റ് ചെയ്യുന്നത്. ദോജയുടെ കയ്യിൽ ഇരുമ്പിന്റെ ഒരു വടിയുമുണ്ട്. മാസ്റ്റർ എന്ന രീതിയിൽ ഇത്രയും നാൾ കിഡ്നാപ്പർക്ക് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നത് ദോജയാണ്. ഇപ്പോൾ അവൻ എന്തിനാണ് കള്ളം പറഞ്ഞതെന്ന് കിഡ്നാപ്പർ അവനോട് ചോദിക്കുന്നു. കള്ളം പറഞ്ഞത് നീയാണെന്ന് പറഞ്ഞ് ദോജെ അവനെ അടിക്കുന്നുണ്ട്. സാമോന്റെ വളർത്തച്ഛൻ ടിവിയിൽ കിഡ്നാപ്പറുടെ ഫോട്ടോ കണ്ട് ഇൻഫർമേഷൻ നൽകാനായി സാമോന്റെ ഓഫീസിലെ ഫോണിലേക്ക് വിളിച്ചിരുന്നല്ലോ. കാങ് അത് അറ്റൻഡ് ചെയ്ത് അതിനെക്കുറിച്ച് സാമോന്റെ ഓഫീസ് റൂമിൽ ചെന്ന് പറയുന്ന സമയത്ത് ദോജെ അത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും കാങ് കർട്ടനൊക്കെ അടച്ചിട്ട് സീക്രട്ട് ആയിട്ടാണ് അന്ന് സാമോനോട് അത് പറഞ്ഞത്. പക്ഷേ ആ സ്ഥലത്തിന്റെ പേര് എഴുതി വെച്ച സ്റ്റിക്കി നോട്ടിന്റെ അടിയിലുണ്ടായിരുന്ന പേപ്പർ ദോജെ എടുത്തുകൊണ്ട് പോയി അതിൽ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്ത് നോക്കിയപ്പോൾ അവൻ എന്താണ് എഴുതിയതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെ സാമോന്റെ വളർത്തച്ഛന്റെ സ്ഥലത്തേക്ക് അവൻ അന്ന് തന്നെ പോയിരുന്നു. അവൻ അവിടെ ചെല്ലുന്ന സമയത്ത് അകത്ത് മറ്റാരോ കൂടി ഉണ്ടെന്ന് മനസ്സിലാവുന്നതിനാൽ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ പുറത്ത് മറഞ്ഞു നിന്ന് അവൻ കേൾക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. അവിടെ സാമോന്റെ വളർത്തച്ഛനും കിഡ്നാപ്പറും തമ്മിൽ ഒരു വഴക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം എവിടെയോ പോവാൻ തയ്യാറെടുത്ത് ബാഗൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ തന്നെ കുറിച്ചുള്ള വിവരം സാമോനെ ഒറ്റിക്കൊടുത്തു കാണുമെന്ന് കിഡ്നാപ്പർക്ക് മനസ്സിലാവുന്നു. അതിനെപ്പറ്റി ചോദിച്ചാണ് അവൻ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സാമോനെ ഉപദ്രവിക്കരുത്, അവൻ നിന്നെ ഒരു തരത്തിലും ദ്രോഹിച്ചിട്ടില്ല, നിന്റെ മുത്തശ്ശനും നിന്റെ വീട്ടുകാരുമാണ് നിന്നെ ദ്രോഹിച്ചിട്ടുള്ളത്, അതുകൊണ്ട് അവനെ വെറുതെ വിടണമെന്നൊക്കെ അച്ഛൻ പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷെ ഇത്രയും കാലം അവൻ എന്റെ പേരിലാണ് ജീവിച്ചത്, എനിക്ക് കിട്ടേണ്ടതെല്ലാം അവൻ സ്വന്തമാക്കുകയായിരുന്നു. അന്ന് എന്റെ മുത്തശ്ശൻ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത് കണ്ടിട്ടും അവൻ അതിനെതിരെ പ്രതികരിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് കിഡ്നാപ്പർ വയലന്റ് ആവുന്നു. അച്ഛൻ പിന്നെയും സാമോന് വേണ്ടി സംസാരിച്ച് നോക്കിയപ്പോൾ ഒരു കുപ്പി പൊട്ടിച്ച് അത് അദ്ദേഹത്തിന്റെ തലയ്ക്ക് അടിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ദോജെ മറിഞ്ഞു നിന്ന് കണ്ടിരുന്നല്ലോ. അങ്ങനെ ശരിക്കുള്ള സാമോൻ ഈ കിഡ്നാപ്പർ ആണ് എന്ന് ദോജെ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ദോജെ അവനെ അറ്റാക്ക് ചെയ്തത്. ഞാൻ സാമോനെയും ഇങ്ങോട്ടൊക്കെ വിളിച്ചിട്ടുണ്ട്, അവനും കൂടി വന്നിട്ട് നമുക്ക് 3 പേർക്കും കൂടി എന്താണ് ശരിക്കും സംഭവിച്ചതെന്നൊക്കെ മനസ്സിലാക്കാമെന്ന് പറഞ്ഞ് ദോജെ വീണ്ടും അവനെ അടിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അവൻ ആ വടി പിടിച്ചു വാങ്ങിയിട്ട് തിരിച്ച് ദോജയെ നന്നായി ഉപദ്രവിക്കുന്നു. ദോജയ്ക്ക് തലങ്ങും വിലങ്ങും തല്ല് കിട്ടുന്നുണ്ട്. അവൻ താഴെ വീണു പോകുന്നു. നന്നായി അവശനായി കഴിഞ്ഞപ്പോൾ ഇനി എനിക്ക് നിന്റെ സഹായം ആവശ്യമില്ല എന്ന് പറഞ്ഞ് കിഡ്നാപ്പർ അവനെ അടുത്തുള്ള നദിയിലേക്ക് കൊണ്ടുപോയി മുക്കി കൊല്ലാൻ തുടങ്ങുന്നു. ഈ സമയത്ത് ദോജയുടെ പക്കലുണ്ടായിരുന്ന അവന്റെ ID കാർഡ് വെള്ളത്തിൽ പൊങ്ങി അത് കിഡ്നാപ്പർക്ക് കിട്ടുന്നു. അത് കണ്ടപ്പോഴാണ് അവൻ സാമോന്റെ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യം കിഡ്നാപ്പർ അറിയുന്നത്. അതും കൂടി അറിഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ ശരിക്കും ഇത് നന്നായി എൻജോയ് ചെയ്യണമെന്ന് പറഞ്ഞ് കിഡ്നാപ്പർ ദോജയെ ഒന്നുകൂടി ഉപദ്രവിക്കുന്നു. സാമോന് ഈ സമയം ഹീജുള്ള ലൊക്കേഷന്റെ ഒരു ഫോട്ടോ കിഡ്നാപ്പർ അയച്ചു കൊടുത്തിരുന്നു. ആരെയും കൂട്ടാതെ തനിച്ചിങ്ങോട്ടേക്ക് വന്നില്ലെങ്കിൽ ഹീജുവിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് സാമോൻ തനിച്ച് അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ അവൻ ആ സ്ഥലത്ത് എത്തിച്ചേരുന്നു. അവൻ ചെറുപ്പകാലം ചിലവിട്ട ആ സ്ഥലമായിരുന്നു അത്. അവിടെ കണ്ടപ്പോൾ പണ്ട് സാമോന്റെ മുത്തശ്ശൻ ആ കറുത്ത ബാഗുകൾ കൊണ്ടുവന്നതും ആ ശരിക്കുള്ള സാമോനെ അവിടെ കൊണ്ടുവന്നതും ഒക്കെ അവന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അവൻ വന്ന സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഒരു ചെറിയ ബോട്ട് ആ നദിയുടെ തീരത്ത് തന്നെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അതിലൊരു കറുത്ത ബാഗ് വിരിപ്പുണ്ട്. അത് കണ്ടപ്പോൾ ഹീജുവിന്റെ ഡെഡ് ബോഡി ആയിരിക്കുമോ എന്ന് സാമോൻ ശരിക്കും പേടിക്കുന്നു. അങ്ങനെ അവൻ ഓടിച്ചെന്ന് ആ ബാഗ് വലിച്ച് തുറക്കുന്നുണ്ട്. പക്ഷെ അതിലുണ്ടായിരുന്നത് ഹീജു ആയിരുന്നില്ല, ദോജെ ആയിരുന്നു. സാമോൻ അവനെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നു. കുറച്ച് സമയം കുലുക്ക് വിളിച്ചപ്പോൾ ദോജയ്ക്ക് ബോധം വീഴുന്നുണ്ട്. പക്ഷെ അവൻ ഇവിടെ ഉണ്ട് എന്ന് മാത്രമാണ് ദോജെ പറഞ്ഞത്. അപ്പോഴേക്കും പുറകിൽ കാറിന്റെ ഹോണടി കേട്ട് സാമോൻ തിരിഞ്ഞു നോക്കുന്നു. ഹീജുവിനെ കൊണ്ട് വന്ന കാറായിരുന്നു അത്. അതിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇപ്പോൾ കിഡ്നാപ്പർ ആണ്. സാമോൻ വേഗം അങ്ങോട്ടേക്ക് ഓടുന്നുണ്ട്. അവൻ അടുത്തെത്താറായപ്പോൾ കിഡ്നാപ്പർ വണ്ടി വിട്ട് മുന്നോട്ട് പോകുന്നു. ഈ സമയത്ത് ഹീജുവിന് ബോധം വീഴുന്നുണ്ട്. വണ്ടി നിർത്താൻ അവൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അവൻ അതിന് തയ്യാറാവുന്നില്ല. അവസാനം അവൾ അവന്റെ മുടിക്ക് പിടിച്ച് പുറകിലേക്ക് വലിക്കുന്നു. അങ്ങനെ വണ്ടിയുടെ നിയന്ത്രണം തെറ്റി അടുത്തൊരു കല്ലിൽ പോയി ഇടിച്ചത് നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീജു ഇറങ്ങി പുറത്തേക്ക് ഓടി സാമോന്റെ അടുത്തേക്ക് ചെല്ലുന്നു. അവൾ സേഫ് ആണ് എന്ന് കണ്ടപ്പോഴാണ് സാമോന് ശ്വാസം നേരെ വീണത്. പക്ഷെ അപ്പോഴേക്കും കിഡ്നാപ്പർ വണ്ടി റിവേഴ്സ് എടുത്ത് അവരെ ഇടിക്കാനായി പാഞ്ഞു വരുന്നു. രണ്ടുപേരും ഒഴിഞ്ഞു മാറുന്നതുകൊണ്ട് വണ്ടി അവരെ ഇടിക്കുന്നില്ലാതെ പുറകിൽ പോയി ഇടിച്ച് നിൽക്കുന്നു. സാമോൻ ഓടിച്ചെന്ന് അവനെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് പിടിച്ചിറക്കി അവൻ എന്താണ് ആവശ്യമെന്ന് ചോദിക്കുന്നുണ്ട്. അവൻ ശരിക്കുള്ള പാക് സാമോൻ ആണ് എന്ന് സാമോൻ ഇതിനകം മനസ്സിലായി കഴിഞ്ഞിരുന്നു. നിനക്ക് എന്താണ് വേണ്ടത്? നിന്റെ പേരും നിന്റെ അഡ്രസ്സും ഒക്കെയാണോ വേണ്ടത്? എല്ലാം തിരികെ എടുത്തോളൂ. ഞാൻ അല്ലെങ്കിൽ ഒരിക്കൽ പോലും അതൊന്നും ആഗ്രഹിച്ചിട്ടില്ല എന്നൊക്കെ സാമോൻ പറയുന്നു. കിഡ്നാപ്പർ സൈക്കോയെ പോലെ ഭ്രാന്തമായി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ എല്ലാം എനിക്ക് തിരികെ തരാൻ തയ്യാറാണോ? അപ്പോൾ ഹീജുവിനെ നീ എനിക്ക് തരുമോ? അവൾ എന്റെ ഭാര്യയാകുമോ എന്നും കിഡ്നാപ്പർ ചോദിക്കുന്നു. അത് കേട്ടപ്പോൾ സാമോന് ദേഷ്യം സഹിക്കാൻ കഴിയുന്നില്ല. അവൻ ആ സൈക്കോയെ ഇടിക്കാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് അവൻ കൈവശമുണ്ടായിരുന്ന ഒരു കത്തി എടുത്ത് സാമോനെ കുത്താനൊരുങ്ങുന്നു. ഇതൊക്കെ കണ്ട ഹീജു പെട്ടെന്ന് ഒരു ആംബുലൻസിന് വിളിക്കുന്നുണ്ട്. അവന്റെ കുത്തു കൊള്ളാതിരിക്കാൻ സാമോൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഭ്രാന്തമായ അവസ്ഥയിൽ നിൽക്കുന്ന അവനെ തോൽപ്പിക്കാൻ സാമോന് കഴിയുമായിരുന്നില്ല. അങ്ങനെ കുത്ത് കൊള്ളുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോഴേക്കും ദോജെ വന്ന് അവർക്കിടയിൽ കയറി കിഡ്നാപ്പറെ തള്ളി മാറ്റുന്നു. അതുകൊണ്ട് കുത്ത് കൊണ്ടത് ദോജയ്ക്കാണ്. പക്ഷെ തൽക്കാലം കിഡ്നാപ്പർ പിന്തിരിയാൻ തയ്യാറാവുന്നു. സാമോനും ഹീജുവും കൂടി വേഗം ദോജയുടെ അടുത്തേക്ക് ചെന്ന് ഒരുപാട് ബ്ലഡ് പോകാതെ അവന്റെ മുറിവ് പൊത്തിപ്പിടിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് വളരെ ടച്ചിങ് ആയിട്ടാണ് തോന്നുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കിഡ്നാപ്പർ തൽക്കാലം അവിടെ നിന്ന് പോകുന്നു. തന്റെ മരണം അടുത്തെത്തിയെന്ന് തോന്നിയതുകൊണ്ടാവാം ദോജെ അതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ ഏറ്റു പറയുന്നുണ്ട്. എന്റെ
സഹോദരനെ കൊന്ന തായക് സാമോൻ നീയാണെന്ന് കരുതി ഞാൻ മനഃപൂർവ്വമാണ് നിന്റെ ഓഫീസിൽ ജോലിക്ക് വന്നത് എന്ന് അവൻ സാമോനോട് പറയുന്നു. അന്ന് മലമുകളിൽ നിന്ന് ഹീജുവിനെ കൊക്കയിലേക്ക് തള്ളിയിട്ടതും ദോജെ തന്നെയായിരുന്നു. അവർ ആ ടൂർ പോകുന്ന സമയത്ത് ബസ്സിൽ വെച്ച് സാമോൻ ഹീജുവിന്റെ കാര്യത്തിൽ കെയർ ചെയ്യുന്നതൊക്കെ ദോജെ കണ്ടിരുന്നല്ലോ. അതുകൊണ്ടാണ് അവൻ പ്ലാൻ ചേഞ്ച് ചെയ്ത് ഹീജുവിനെ കൊല്ലാനെന്ന് തീരുമാനിച്ചത്. എനിക്ക് എന്റെ വേണ്ടപ്പെട്ട ഒരാളെ നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ അനുഭവിച്ച അതേ വേദന നീയും അനുഭവിക്കണമെന്നാണ് ഹീജുവിനെ തള്ളിയിട്ടപ്പോൾ ഞാൻ വിചാരിച്ചത് എന്നും ദോജെ ഏറ്റു പറയുന്നുണ്ട്. നിന്റെ സഹോദരനെ കൊന്നത് ഇവനല്ല, അതിപ്പോൾ ആ പോയ സൈക്കോ ആണ് എന്ന് ഹീജു അവനോട് പറയുന്നു. സാമോൻ പിന്നെ ശരിക്കും ആരാണ് എന്നൊക്കെ ദോജെ അവന്റെ ഷർട്ടിന് കുത്തിപ്പിടിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്. ഇത്രയും നാൾ ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞ് അവൻ കുറ്റബോധത്തോടെ കരയുകയും ചെയ്യുന്നു. അപ്പോഴേക്കും അവന്റെ കണ്ടീഷൻ വളരെ മോശമായി, ബോധം നഷ്ടപ്പെടുന്നുണ്ട്. തന്നെ ഉപദ്രവിച്ചതെല്ലാം അവനാണെന്ന് അറിഞ്ഞിട്ടും സാമോന് അവനെ വെറുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവനെ വിളിച്ചുണർത്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും അധികം വൈകാതെ ആംബുലൻസും പോലീസും ഒക്കെ എത്തി ദോജയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. പോലീസ് ആ സ്ഥലത്ത് തെളിവെടുപ്പൊക്കെ നടത്തുന്നുണ്ട്. ദോജെ തന്റെ ഓഫീസിൽ ആദ്യം ജോയിൻ ചെയ്യാൻ വന്നപ്പോൾ മുതലുള്ള കാര്യങ്ങളൊക്കെ ഈ സമയത്ത് സാമോന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നു. ദോജെ ആദ്യം ജോയിൻ ചെയ്തപ്പോൾ മുതൽ സാമോൻ അവനെ ശരിക്കും വിശ്വസിച്ചു തുടങ്ങിയതായിരുന്നു. എല്ലാ കാര്യങ്ങളും ഏറ്റവും കൂടുതൽ വിശ്വസിച്ച് ഏൽപ്പിച്ചിരുന്നത് അവനെയാണ്. അവന്റെ ഭാഗത്ത് നിന്ന് തന്നെ ഇങ്ങനെ ഒരു കാര്യം സംഭവിച്ചപ്പോൾ സാമോൻ അത് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കിയതുപോലെ ഹീജു അവന്റെ അടുത്ത് നിന്ന് അവനെ സമാധാനിപ്പിക്കും. സൈക്കോ കിഡ്നാപ്പർ ഇതിനിടയിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പോയിരുന്നു. എല്ലാ തെണ്ടികളും കൂടി എന്നെ അന്വേഷിച്ച് വന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് അവൻ ഒരിടത്ത് നിന്ന് പറയുന്നുണ്ട്. അവൻ അങ്ങനെ പറയാൻ കാരണം മുമ്പ് അവന്റെ അമ്മ അവനെ അന്വേഷിച്ച് ചെന്നിരുന്നല്ലോ. അതും അവൻ ഒട്ടും ആഗ്രഹിച്ചിരുന്നതല്ല. അവന്റെ മുത്തശ്ശൻ അവനെ വെള്ളത്തിൽ മുങ്ങി കൊല്ലാൻ തുടങ്ങിയ സമയത്ത് അവന്റെ ഓർമ്മകൾ നഷ്ടപ്പെട്ടിരുന്നല്ലോ. ഒരു വർഷം മുമ്പ് അവന്റെ മുത്തശ്ശൻ മരിച്ച സമയത്ത് അദ്ദേഹത്തെ കുറിച്ചുള്ള വാർത്തകൾ ടിവിയിലൊക്കെ നിറഞ്ഞു നിന്നിരുന്നു. ആ സമയത്ത് മുത്തശ്ശന്റെ മുഖം കണ്ടപ്പോഴാണ് എനിക്ക് എന്റെ ഓർമ്മകൾ തിരികെ കിട്ടിയത്. എന്നെ വെള്ളത്തിലേക്ക് മുക്കി കൊല്ലാൻ ശ്രമിച്ച അയാളുടെ മുഖം എങ്ങനെയോ എനിക്ക് ഓർമ്മ വന്നു എന്നൊക്കെ അവൻ അമ്മയോട് പറഞ്ഞിരുന്നു. അവൻ മരിച്ചു എന്നായിരുന്നല്ലോ അമ്മ ഇത്രയും കാലം കരുതിയിരുന്നത്. ആ കിളവൻ ഇത്രയും കാലം എന്നെ പറ്റിക്കുകയായിരുന്നു എന്നവർ നല്ല വിഷമത്തോടെ പറയുന്നു. അത് കേട്ടപ്പോൾ അവൻ ചിരിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ഞാൻ ജീവനോടെ ഉണ്ട് എന്നറിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാനായിരുന്നു? നിങ്ങളും എന്നെ കൊല്ലാൻ തന്നെയല്ലേ ശ്രമിച്ചത്? നിങ്ങൾ എന്നെ തിരികെ കൊണ്ടുപോകുമായിരുന്നു എന്നൊക്കെ അവൻ പരിഹാസത്തോടെ ചോദിക്കുന്നു. എനിക്ക് ഓർമ്മകൾ തിരികെ കിട്ടിയിട്ടും ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് തിരികെ വരാതിരുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ എന്നെ വീണ്ടും പൂട്ടിയിടുമോ എന്ന് പേടിച്ചിട്ടാണ് എന്നും അവൻ പറയുന്നുണ്ട്. നിന്നെ നഷ്ടപ്പെടുത്തണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നതല്ല, ഇപ്പോഴും ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ അവർ അവനോട് പറയുന്നുണ്ട്. ഈ സമയത്താണ് കുറച്ചു പേർ ആ മുറിയിലേക്ക് കയറി വന്നത്. അവരുടെ കയ്യിൽ ഷോക്ക് അടുപ്പിക്കുന്ന മെഷീൻ ഉണ്ടായിരുന്നു. അത് അവർ അവന് നേരെ പ്രയോഗിക്കാൻ തുടങ്ങുന്നത് കണ്ട് അമ്മ പെട്ടെന്ന് അവനെ പിടിച്ചു മാറ്റിയിട്ട് അവന്റെ മുന്നിൽ കയറി നിൽക്കുന്നു. അങ്ങനെ അത് അവർക്കാണ് ഏറ്റത്. അവർ ബോധം നഷ്ടപ്പെട്ട് താഴെ വീഴുന്നു. അവിടെ വന്നത് അവരുടെ ഭർത്താവിന്റെ സെക്രട്ടറിയും അദ്ദേഹത്തിന്റെ സഹായികളുമായിരുന്നു. അവർ സൈക്കോയെ പിടികൂടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ കൂട്ടത്തിൽ ഒരാളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നു. മുറിവിൽ മരുന്ന് പുരട്ടിക്കൊണ്ടിരുന്ന സമയത്താണല്ലോ അവനിതൊക്കെ ഓർത്തുകൊണ്ടിരുന്നത്. അവന്റെ അമ്മ ഈ സമയം അവനെ നഷ്ടപ്പെട്ടതിന്റെ വിഷമത്തിലായിരുന്നു. മരിച്ചുവെന്ന് കരുതിയ മകനെ തിരികെ ജീവനോടെ കാണാൻ കഴിഞ്ഞിട്ടും അവനെ കൂടെ നിർത്താൻ പറ്റിയില്ലല്ലോ എന്നായിരുന്നു അവരുടെ വിഷമം. അവർ അങ്ങനെ ഇരിക്കുന്നത് കണ്ടുകൊണ്ട് അവരുടെ ഭർത്താവ് അവരുടെ അടുത്തേക്ക് ചെന്നിട്ട്, നീ എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? നിനക്ക് അവനെ തിരികെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശമുണ്ടായിരുന്നോ? നീയും അവൻ മരിക്കണമെന്ന് തന്നെയല്ലേ ആഗ്രഹിച്ചിരുന്നത് എന്നൊക്കെ അവരോട് ചോദിക്കുന്നു. നമ്മുടെ മകനാണ് എന്ന് പറഞ്ഞ് ഈ ലോകത്തിന് മുന്നിൽ കാണിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലാണോ അവനിപ്പോൾ ഉള്ളത്? ഇതിനെപ്പറ്റിയൊന്നും നീ ചിന്തിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. എത്രയൊക്കെ ആണെങ്കിലും അത് സ്വന്തം മകനാണല്ലോ. അവന് നിങ്ങളുടെ സ്വഭാവമാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛന്റെ യാതൊരു സ്വഭാവവും കിട്ടിയിട്ടില്ല. പക്ഷെ നിങ്ങളുടെ അച്ഛന്റെ സ്വഭാവം കിട്ടിയിട്ടുള്ള വേറൊരാൾ ഈ വീട്ടിലുണ്ട് എന്നൊക്കെ അവർ പറയുന്നു. അവരുടെ മകനായി ഇപ്പോൾ ഉള്ള സാമോന്റെ അച്ഛൻ ശരിക്കും അയാളുടെ അച്ഛനാണ് എന്നാണ് അവർ പറഞ്ഞു വരുന്നത്. ആദ്യം അയാൾക്കത് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല. പക്ഷെ പിന്നീട് ചിന്തിച്ച് നോക്കിയപ്പോൾ അതിൽ കാര്യമുണ്ട് എന്ന് അയാൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവിടുത്തെ ഹാളിൽ അവരെല്ലാവരും കൂടി ഒരുമിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നോക്കി സാമോൻ തന്റെ അച്ഛന്റെ മകനാണ് എന്ന് തിരിച്ചറിഞ്ഞതുപോലെ അയാൾ കയ്യിലിരുന്ന് എന്തോ അങ്ങോട്ടേക്ക് വലിച്ചെറിയുന്നുണ്ട്. തോജയുടെ അറസ്റ്റിനെ കുറിച്ചുള്ള വാർത്തകൾ അധികം വൈകാതെ ന്യൂസിൽ നിറയുന്നുണ്ട്. തോജ താമസിച്ചിരുന്ന സ്ഥലത്തൊക്കെ പോലീസ് ഇപ്പോൾ തെളിവെടുപ്പിനായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാമോന്റെ ഓഫീസിലും ന്യൂസിലൂടെ വിവരം അറിഞ്ഞു കഴിഞ്ഞിരുന്നു. ജോലി സ്ഥലത്ത് കാങ്ങിന്റെ എതിരാളിയാണ് ദോജയെങ്കിലും അവൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് വിശ്വസിക്കാൻ അദ്ദേഹത്തിന് പോലും വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. ദോജയുടെ കമ്പ്യൂട്ടറൊക്കെ ചെക്ക് ചെയ്തിട്ട് അവന്റെ സഹായിയായിരുന്ന കിഡ്നാപ്പറെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇപ്പോൾ. പക്ഷേ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന കോഡുകളൊക്കെ അവർക്ക് അനലൈസ് ചെയ്തെടുക്കാൻ കുറച്ച് സമയം കൂടി വേണം. അത്രയും സമയം വെയിറ്റ് ചെയ്യുന്നതിന് പകരം നേരിട്ട് ദോജയോട് തന്നെ അതിനെപ്പറ്റി ചോദിച്ചാലോ എന്ന് സാമോൻ അഭിപ്രായം പറയുന്നുണ്ട്. പക്ഷേ ദോജെ ഇതുവരെ പോലീസിനോട് സഹകരിക്കാൻ തയ്യാറായിട്ടില്ല. മാത്രമല്ല അന്ന് രാവിലെ അവൻ ആത്മഹത്യ ചെയ്യാനൊരു ശ്രമം നടത്തുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ സാമോൻ നേരിട്ട് പോയി അവനോട് സംസാരിക്കുന്നു. പക്ഷേ ദോജെ ആദ്യമൊന്നും സാമോനോടും സഹകരിക്കാൻ തയ്യാറാവുന്നില്ല. അവൻ തന്നെയാണ് തന്റെ സഹോദരനെ കൊന്നത് എന്ന ചിന്തയിൽ സാമോനോട് ദേഷ്യപ്പെടുകയാണ് അവൻ ചെയ്തത്. പക്ഷെ സാമോൻ അവിടെ നിന്ന് തിരികെ പോകാൻ തുടങ്ങിയപ്പോൾ നിനക്ക് ഒരു തവണ പോലും ഞാനാണ് ഇതിന് പിന്നിലെന്ന് സംശയം തോന്നിയിട്ടില്ല എന്ന് ദോജെ അവനോട് ചോദിക്കുന്നുണ്ട്. ഞാൻ നിന്നെ അത്രയ്ക്ക് വിശ്വസിച്ചിരുന്നു, നിന്നെ പോലെ ഞാൻ മറ്റാരെയും വിശ്വസിച്ചിട്ടില്ല എന്ന് സാമോൻ മറുപടി നൽകിയപ്പോൾ ദോജയ്ക്ക് കുറച്ച് കുറ്റബോധം ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടായിരിക്കണം പിന്നീട് അവൻ സാമോനോട് സംസാരിക്കാൻ തയ്യാറാവുന്നു. കൊല്ലപ്പെട്ട ഓർഫനേജിലെ കുട്ടികളുടെ ഡെഡ് ബോഡികൾ അടക്കം ചെയ്തിരുന്ന സ്ഥലം സാമോൻ നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നല്ലോ. ഇപ്പോൾ അവൻ പോലീസിന് നൽകിയ വിവരം അനുസരിച്ച് അവർ അവിടെ കുഴിച്ച് അവിടെ ഉണ്ടായിരുന്ന അവശിഷ്ടങ്ങളൊക്കെ കണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും വർഷങ്ങളായതുകൊണ്ട് തന്നെ ഡെഡ് ബോഡി DNA ടെസ്റ്റ് ഒന്നും നടത്തി ആരുടേതാണെന്ന് കണ്ടെത്താൻ സാധിക്കില്ല. അതുകൊണ്ട് കുഴികളിൽ നിന്ന് കിട്ടിയ കുറച്ച് സാധനങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ ആർക്കെങ്കിലും പറ്റുമോ എന്നറിയാൻ വേണ്ടി
അവർ അതൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ പാങ്ക് സാമോൻ അല്ല ശരിക്കുള്ള സാമോൻ എന്നും ശരിക്കുള്ള സാമോനാണ് അവനെ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുമൊക്കെയുള്ള വിവരങ്ങൾ സാങ്വു ഈ സമയം യൂരിയോട് പറഞ്ഞു കഴിഞ്ഞിരുന്നു. അവൻ മുഴുവനായും പറയാതെ കുറച്ച് ക്ലൂ ഒക്കെയാണ് നൽകിയത്. പക്ഷെ യൂരിക്ക് കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ഗസ് ചെയ്തെടുക്കാൻ പറ്റുന്നു. അങ്ങനെ അവൾ കാര്യങ്ങളുടെ ഏകദേശം പൂർണ്ണ അവസ്ഥ മനസ്സിലാക്കുന്നുണ്ട്. സാമോന്റെ സ്വഭാവം വെച്ച് അവൻ ഇങ്ങനെയുള്ള രഹസ്യങ്ങളൊന്നും മറ്റാരോടും പറയാൻ തയ്യാറാവില്ല. എന്നിട്ടാണ് ഇപ്പോൾ സാങ്വുവിനോട് ഇതൊക്കെ പറയാൻ തയ്യാറായത്. അത് സാങ്വുവിനോട് അവൻ എന്തോ അടുപ്പം ഫീൽ ചെയ്തിട്ടാണ്. അതുകൊണ്ട് ഈ അവസ്ഥയിലൂടെയൊക്കെ കടന്നുപോയ സമയത്ത് സാമോൻ തനിച്ചായിരുന്നല്ലോ. മറ്റാരോടും ഇതിനെപ്പറ്റി ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റാതെ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ട് അവനെ സഹായിക്കുന്നതിന് വേണ്ടി ഇപ്പോഴാണെങ്കിലും അവനെ ഒന്ന് വിളിക്കാനൊക്കെ യൂരി സാങ്വുവിനോട് പറയുന്നു. സാങ്വു ഒന്ന് മടിക്കുന്നുണ്ട്. ഈ സമയത്താണ് സാമോൻ അവന്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. യൂരിക്കത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ സാങ്വുവിനെ കൊണ്ട് കോൾ അറ്റൻഡ് ചെയ്യിക്കുന്നു. ഡെഡ് ബോഡികളിൽ നിന്ന് കിട്ടിയ അവശിഷ്ടങ്ങളിൽ നിന്നുള്ള സാധനങ്ങൾ അവന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്ന് അറിയുന്നതിന് വേണ്ടി സ്റ്റേഷനിലേക്ക് വരാൻ വേണ്ടിയിട്ടായിരുന്നു സാവോൻ സാങ്വുവിനെ വിളിച്ചത്. യൂരിയും അവന്റെ ഒപ്പം ഉണ്ടായിരുന്നതിനാൽ അവൾ കൂടി സാങ്വുവിനൊപ്പം ചെല്ലാൻ തയ്യാറാവുന്നു. പക്ഷെ വണ്ടിയുടെ അടുത്ത് ചെന്നപ്പോൾ ഡ്രൈവ് ചെയ്യാൻ കഴിയാത്ത വിധം സാങ്വു വല്ലാതെ ഇമോഷണൽ ആവുന്നുണ്ട്. എന്തൊക്കെയായിരുന്നാലും ഈ കൊല്ലപ്പെട്ട കുട്ടികൾ അവന്റെ ഫ്രണ്ട്സ് ആയിരുന്നല്ലോ. അത് മനസ്സിലാക്കിയ യൂരി അവനോട് വണ്ടി ഓടിക്കേണ്ട, താൻ ഡ്രൈവ് ചെയ്തോളാം എന്ന് പറഞ്ഞ് കീ വാങ്ങി അവൾ തന്നെയാണ് വണ്ടി ഓടിച്ചത്. സ്റ്റേഷനിൽ കളക്ട് ചെയ്ത് വെച്ചിരുന്ന സാധനങ്ങളിൽ നിന്ന് 3 പേരുടെ സാധനങ്ങൾ സാങ്വു ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് തിരികെ പോകുന്ന സമയത്ത് തന്റെ കൂട്ടുകാർക്ക് സംഭവിച്ചതിനെ പറ്റിയൊക്കെ ഓർത്ത് അവൻ നല്ല വിഷമത്തിലായിരുന്നു. അത് മനസ്സിലാക്കി യൂരി അവന്റെ അടുത്ത് ചെന്നിരുന്ന് ഓരോന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇന ഈ സമയം ഹീജുവിനെ കാണാനായി അവളുടെ വീട്ടിലെത്തിയിരുന്നു. ഹീജു പറഞ്ഞ് ശരിക്കുള്ള സാമോൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട്, അവനാണ് ഈ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇന അറിയുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് പഴയ ഒരു സംഭവം ഓർമ്മ വരും. കുട്ടിക്കാലത്ത് അവളുടെ അനിയൻ മുറ്റത്ത് തനിച്ചിരുന്ന് കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് അവന്റെ കരച്ചിൽ കേട്ടുകൊണ്ട് ഇന പുറത്തേക്ക് ഇറങ്ങി ഓടി ചെല്ലുന്നു. ആ സമയത്ത് വേറൊരു കുട്ടി അവിടെ നിന്ന് ഓടിപ്പോകുന്നത് അവൾ കാണാനിടയാവുന്നു. പക്ഷെ ഓടിപ്പോയ കുട്ടിയുടെ മുഖം അവൾ കാണുന്നില്ല. അവന്റെ ഹൈറ്റും പ്രായവും ഒക്കെ ഗസ് ചെയ്ത് അവൻ സാമോൻ ആയിരിക്കും എന്നവൾ ഊഹിച്ചിരുന്നു. പക്ഷെ പിന്നീട് ശരിക്കുള്ള സാമോനെ ആദ്യമായി കണ്ടപ്പോൾ അവന്റെ ഹൈറ്റും അന്ന് കണ്ട കുട്ടിയുടെ ഹൈറ്റും തമ്മിൽ നല്ല വ്യത്യാസം തോന്നിയിരുന്നു. അതുകൊണ്ട് അത് രണ്ടാളായിരിക്കണമെന്ന് എനിക്ക് ഫീൽ ചെയ്തിരുന്നു. അന്ന് തന്റെ അനിയൻ കണ്ടത് ശരിക്കുള്ള സാമോനെ ആയിരുന്നിരിക്കണം. ആ സംഭവത്തിന് ശേഷം അധികം വൈകാതെയാണ് അവർക്ക് ആ ആക്സിഡന്റ് ഉണ്ടായതും അവളുടെ അനിയൻ കൊല്ലപ്പെട്ടതും. അതുകൊണ്ട് തന്നെ ശരിക്കുള്ള സാമോന്റെ മുഖം കണ്ടതുകൊണ്ട് തന്റെ അനിയനെ കൊല്ലുന്നതിന് വേണ്ടി മനഃപൂർവ്വമായിരിക്കണം തങ്ങൾക്ക് നേരെ അങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായതെന്ന് ഇന ഊഹിക്കുന്നു. ഈ സമയത്താണ് ഹീജുവിന്റെ അമ്മ അങ്ങോട്ടേക്ക് വന്നത്. ഇന അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് ശരിക്കും ദേഷ്യം വരുന്നു. അതിന്റെ കൂട്ടത്തിൽ സാമോനുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതും അവരെ വല്ലാതെ ഡിസ്റ്റർബ് ആക്കിയിരുന്നു. അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് അവരിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നത്. സാമോൻ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് കാരണം സാമോന്റെ അച്ഛൻ ഇലക്ഷനിൽ തോൽക്കുമോ എന്ന് അവർക്ക് പേടിയായിരിക്കുന്നു. അങ്ങനെ സംഭവിച്ചാൽ ഹീജു പ്രസിഡന്റിന്റെ മരുമകളാവില്ലല്ലോ. ഇപ്പൊ ആലോചിക്കുമ്പോൾ സാമോനുമായിട്ടുള്ള അവളുടെ വിവാഹം നടത്തേണ്ടിയിരുന്നില്ല, പകരം അന്ന് അവൾക്ക് വേണ്ടി വന്ന മറ്റേ ആലോചന നടത്തിയാൽ മതിയായിരുന്നു എന്നൊക്കെ അമ്മ അവിടെ നിന്ന് പറയുന്നു. ഇന അവരുടെ സംസാരം ഇഷ്ടപ്പെടാതെ അവിടെ നിന്ന് പോവാൻ തുടങ്ങിയതായിരുന്നു. ഹീജുവിന് ആലോചിച്ച മറ്റേ വിവാഹത്തെക്കുറിച്ച് അവർ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തോ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൾ വീണ്ടും അവിടെ നിൽക്കുന്നു. അത് കണ്ടപ്പോൾ അമ്മയ്ക്ക് ഒന്നുകൂടി ദേഷ്യം വരുന്നുണ്ട്. ഇന വിവാഹത്തിൽ നിന്ന് പിന്മാറിയത് കാരണമാണല്ലോ അവർക്ക് ഹീജുവിനെ സാമോനെ വിവാഹം കഴിച്ചു കൊടുക്കേണ്ടി വന്നത്. അങ്ങനെ അമ്മ വീണ്ടും ഇനയെ കുറ്റപ്പെടുത്താൻ തുടങ്ങുന്നു. ഇത്രയും നേരം മിണ്ടാതിരുന്ന ഹീജുവിന്റെ ക്ഷമ ഇതോടെ നശിക്കുന്നു. ഇത്രയും കാലം അമ്മ പറഞ്ഞതൊക്കെ അതേപോലെ അനുസരിച്ചാണ് ഞാൻ ചെയ്ത തെറ്റ് എന്ന് പറഞ്ഞ് അവൾ പ്രതികരിക്കുന്നുണ്ട്. അവൾ സംസാരിച്ചു തുടങ്ങിയെന്ന് അമ്മ ഇപ്പോഴാണല്ലോ അറിയുന്നത്. ഇന സംസാരിച്ചു തുടങ്ങിയെന്ന് കരുതി നീ സംസാരിക്കാൻ തുടങ്ങിയതാണോ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. ഹീജു പക്ഷേ അതിന് മറുപടി പറയാതെ അവരോട് ദേഷ്യപ്പെടുകയാണ്. അമ്മ പറയുന്നതൊക്കെ അനുസരിച്ച് കഴിഞ്ഞാൽ അമ്മ എന്നെ സ്നേഹിക്കുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ സ്നേഹം എന്ന് പറയുന്നത് അങ്ങനെയൊന്നും കിട്ടുന്നതല്ല എന്ന് ഇപ്പോൾ എന്നെ ഒരാൾ സ്നേഹിച്ചു തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇനി എന്തായാലും നിങ്ങൾ പറയുന്നതൊന്നും ഞാൻ അനുസരിക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഹീജു പൊട്ടിത്തെറിക്കുന്നു. ഞാൻ ഒരിക്കലും പ്രസിഡന്റിന്റെ മരുമകളാവാനും പോകുന്നില്ല, അതുകൊണ്ട് ഇനി അത് സ്വപ്നം കണ്ട് നടക്കണ്ട എന്നും ഹീജു അമ്മയോട് പറയുന്നുണ്ട്. അങ്ങനെ അമ്മ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. അതുകൊണ്ട് ഇനി കുറച്ച് സമയം കൂടി അവിടെ ഇരിക്കുന്നുണ്ട്. വിവാഹത്തിന് മുമ്പ് വിവാഹം മുടക്കുന്നതിന് വേണ്ടി ആ DNA റിപ്പോർട്ട് ആരാണ് തനിക്ക് അയച്ചതെന്ന് അവൾക്ക് ഇപ്പോൾ ഏകദേശം ഐഡിയ കിട്ടിയിരിക്കുന്നു. അക്കാര്യം അവൾ ഹീജുവിനോട് പറയുന്നുണ്ട്. സാമോൻ എന്ന ഓഫീസിൽ നിന്ന് തിരികെ എത്തിയപ്പോൾ വീടിനകത്ത് മുഴുവൻ മെഴുതിരിയൊക്കെ കത്തിച്ച് വെച്ച് മൊത്തത്തിൽ ഒരു റൊമാൻറ്റിക് മൂഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ട് അത്ഭുതപ്പെടുന്നു. എന്താണ് കാര്യമെന്ന് മനസ്സിലാവാതെ അവൻ ഇങ്ങനെ അമ്പരന്ന് നിൽക്കുന്ന സമയത്താണ് ഹീജു അവൻ വാങ്ങി നൽകിയ ഡ്രസ്സും ധരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വന്നത്. അവൾ അവന്റെ അടുത്തേക്ക് വന്ന് അവനെ തട്ടി സോഫയിലേക്ക് ഇരുത്തിയിട്ട് ഒരു പേപ്പർ അവന്റെ കയ്യിലേക്ക് നൽകുന്നു. ഇത് നമ്മുടെ വെഡിങ് എഗ്രിമെന്റ് ആണ്. ഇത് മുഴുവൻ നീ വായിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്, നീ ആയിട്ടൊരു ഡിവോഴ്സ് ആവശ്യപ്പെടാൻ പാടില്ല. രണ്ടാമത്, എന്ത് സാഹചര്യത്തിലാണെങ്കിലും നമുക്കിടയിൽ ഡിവോഴ്സ് അനുവദിച്ച് തരികയില്ല. മൂന്നാമതായി, നമ്മൾ മാരീഡ് കപ്പിൾ ആണെന്നുള്ള വിവരം പബ്ലിക്കായി അനൗൺസ് ചെയ്യണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് തെറ്റിക്കുകയാണെങ്കിൽ അതിനുള്ള നഷ്ടപരിഹാരമായി നീ 2 ബില്യൺ നൽകേണ്ടി വരും എന്നിങ്ങനെ അതിലുള്ള കാര്യങ്ങൾ ഹീജു ചുരുക്കി അവനോട് പറയുന്നു. ഇപ്പൊ പെട്ടെന്ന് എന്താണ് ഇങ്ങനെ ഒരു എഗ്രിമെന്റിന്റെ കാര്യമൊക്കെ അവൾ എടുത്തുകൊണ്ട് വന്നതെന്ന് സാമോന് മനസ്സിലാവുന്നില്ല. മുമ്പ് ഒരു തവണ ഞാൻ നിന്നോട് നീ എന്ന് മുതലാണ് എന്നെ ഇഷ്ടപ്പെട്ടിരുന്നതെന്ന് ചോദിച്ചല്ലോ. അന്ന് ഒരുപാട് കാലമായെന്ന് നീ പറഞ്ഞെങ്കിലും എനിക്ക് അന്ന് അതിന്റെ അർത്ഥം കൃത്യമായി മനസ്സിലായില്ല. പക്ഷെ ഇപ്പോൾ എനിക്കത് ഏകദേശം ഊഹിക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ വിവാഹം കഴിഞ്ഞ ശേഷമല്ല നീ എന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത്, അതിനൊക്കെ ഒരുപാട് കാലം മുമ്പാണ്. അതുകൊണ്ടാണല്ലോ വിവാഹം മുടക്കുന്നതിന് വേണ്ടി എനിക്ക് നീ ആ DNA റിസൾട്ട് അയച്ചു കൊടുത്തത്. നീ തന്നെയല്ലേ ഇത് ചെയ്തതെന്ന് ഹീജു അവനോട്
സാവോനോട് ചോദിക്കുന്നു. തന്റെ സംശയത്തിന് തെളിവായി അന്ന് സാവോനുമായി നടത്തിയ ചാറ്റിന്റെ ഡീറ്റെയിൽസ് ഇന ഹീജുവിന് അയച്ചു കൊടുത്തിരുന്നു. ഹീജു അത് സാവോന് കാണിക്കുന്നു. അന്ന് ഹീജുവിന്റെ വിവാഹം മറ്റൊരാളുമായി അവരുടെ അമ്മ ഉറപ്പിച്ചിരിക്കുന്ന വിവരം ഇന അവനോട് പറഞ്ഞിരുന്നല്ലോ. അയാൾ വളരെ മോശമായിട്ടുള്ള ആളാണ് എന്ന് സാവോനും അറിയാമായിരുന്നു. ഹീജുവിന് അങ്ങനെ ഒരു വിധി ഉണ്ടാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവൻ ഇനയ്ക്ക് പകരമായി ഹീജുവിനെ വിവാഹം കഴിക്കാൻ അപ്പോൾ തയ്യാറായത്. ഞാനൊരു പകരക്കാരിയല്ല, അന്ന് മുതൽ തന്നെ നിന്റെ ശരിക്കുള്ള ഭാര്യ തന്നെ ആയിരുന്നുവെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. മുമ്പത്തെ വിവാഹം രണ്ടുപേരും മനസ്സോടെയൊന്നും അല്ലല്ലോ നടന്നത്. ശരിക്കും അതിന്റെ ചടങ്ങുകളൊന്നും നടന്നതുമില്ല. അതുകൊണ്ട് പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു കഴിയുമ്പോൾ ശരിക്കും നീ എന്നെ വിവാഹം കഴിക്കുമോ എന്നും ഹീജു അവനോട് ചോദിക്കുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു കഴിയുമ്പോൾ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ നിന്നെ പ്രപ്പോസ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞ് സാവോൻ അവളെ കിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ 3 വർഷത്തെ കാത്തിരിപ്പിനു ശേഷം അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള ആദ്യത്തെ കിസ്സിങ് സംഭവിച്ചിരിക്കുകയാണ്. രണ്ടുപേരും നല്ല പാഷനേറ്റ് ആയിട്ട് കിസ്സിങ് ഒക്കെ നടത്തുന്നുണ്ട്. മലമുകളിൽ നിന്ന് കണ്ടെത്തിയ കുട്ടികളുടെ ഡെഡ് ബോഡിയുടെ അവശിഷ്ടങ്ങളിൽ നിന്ന് 3 പേരെ സാങ്വിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിരുന്നല്ലോ. പക്ഷെ ഒരാളെ ഇതുവരെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ആ കുട്ടിയുടെ കുഴിയിൽ നിന്ന് കിട്ടിയ അവശിഷ്ടങ്ങളുടെ ഫോട്ടോ ഒരു ഓഫീസർ ദോജയെ കൊണ്ട് കാണിക്കുന്നുണ്ട്. അത് ചെക്ക് ചെയ്ത ദോജയ്ക്ക് ഒരു ഷൂ കണ്ടപ്പോൾ അത് തന്റെ ബ്രദറിൻ്റെതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നു. അത് തിരിച്ചറിഞ്ഞതോടെ അവൻ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുന്നുണ്ട്. ഓഫീസർ പറഞ്ഞ് സാമോനും വിവരം അറിയുന്നു. അതിനുശേഷം അവൻ ദോജയെ കാണാനായി ചെല്ലുന്നുണ്ട്. ദോജ ഇപ്പോഴും അവനോട് സഹകരിക്കാൻ തയ്യാറായിട്ടില്ല. നിന്റെ മനസ്സിൽ ഇപ്പോൾ എന്താണെന്ന് എനിക്ക് നന്നായി അറിയാം. നിന്നെ പോലെ തന്നെ എൻ്റെ ലക്ഷ്യങ്ങൾ നേടിക്കഴിയുമ്പോൾ എന്നെ സ്വയം നശിപ്പിക്കണമെന്നാണ് ഞാൻ മുമ്പ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ എൻ്റെ ആ ചിന്തയ്ക്ക് മാറ്റം വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്ന ആളിനോടൊപ്പം എൻ്റെ ബാക്കി ജീവിതം സന്തോഷത്തോടെ കഴിയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ സാമോൻ ദോജയുടെ അടുത്ത് നിന്ന് പറയുന്നുണ്ട്. ദോജയ്ക്ക് ഇപ്പോൾ അവൻ്റെ ജീവിതത്തിലെ ലക്ഷ്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ മരിക്കണമെന്നുള്ള ആഗ്രഹമാണല്ലോ. അവൻ്റെ ആ മനസ്ഥിതി ഒന്ന് മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് സാമോൻ ഇങ്ങനെ അവൻ്റെ അടുത്തിരുന്ന് സംസാരിക്കുന്നത്. എന്തായാലും കുറച്ചു നേരം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ദോജെ അവനോട് തിരിച്ച് സഹകരിക്കാൻ തയ്യാറാവുന്നുണ്ട്. ഇതിനൊക്കെ കാരണക്കാരനായ ശരിക്കുള്ള സാമോനെ പിടികൂടാൻ താൻ സഹകരിക്കാമെന്ന് അവൻ സാമോനോട് പറയുന്നു. ശരിക്കുള്ള ക്രിമിനൽ ഈ സാമോൻ അല്ല എന്ന് അറിഞ്ഞപ്പോൾ തന്നെ തനിക്ക് പകുതി ആശ്വാസമായി എന്നും അവൻ വിഷമത്തോടെ തുറന്ന് പറയുന്നുണ്ട്. ദോജെ പോലീസുമായി സഹകരിക്കാൻ തയ്യാറായതോടെ പോലീസ് അവന്റെ സഹായത്തോടെ കിഡ്നാപ്പറുടെ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാനുള്ള ശ്രമം തുടങ്ങുന്നു. പക്ഷേ ദോജെ അവന്റെ വണ്ടിയിലും മറ്റു ഉപകരണങ്ങളുമായൊക്കെ ഘടിപ്പിച്ചിരുന്ന GPS പല സ്ഥലങ്ങളിലായി ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. ശരിക്കുള്ള ക്രിമിനൽ ആരാണെന്ന് അച്ഛനോട് പറയുന്നതിന് വേണ്ടി ഇന ഹീജുവിനെ കൂടി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലുന്നു. ഈ സമയത്ത് ഹീജു അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അത് കേട്ടിട്ട് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് അത്ഭുതമൊന്നും തോന്നുന്നില്ല. അച്ഛന് മുമ്പ് തന്നെ ഹീജുവിന് സംസാരിക്കാൻ സാധിക്കുമെന്നുള്ള വിവരം അറിയാമായിരുന്നുവെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. കുട്ടിക്കാലത്ത് അവർക്ക് നേരെ ഉണ്ടായ ആ ആക്സിഡന്റിനെ പറ്റി മുമ്പും ഇനി അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നില്ല. ആ സമയത്ത് സാമുന്റെ മുത്തശ്ശനുമായി അദ്ദേഹം എന്ത് ഡീലാണ് ഉണ്ടാക്കിയതെന്ന് അവളിപ്പോൾ വീണ്ടും ചോദിക്കുന്നു. ഇപ്പോഴും അദ്ദേഹം അവളോടത് പറയാൻ തയ്യാറാവുന്നില്ല. പക്ഷെ അതിനെപ്പറ്റി ഓർക്കുന്നുണ്ട്. അന്നത്തെ ആ ആക്സിഡന്റിന് പിന്നിൽ സാമുന്റെ മുത്തശ്ശനാണ് എന്ന് ആ വണ്ടിയുടെ ഡ്രൈവറെ ഫോളോ ചെയ്ത് പിടിച്ചതിൽ നിന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നു. അങ്ങനെയാണ് സാമുന്റെ മുത്തശ്ശനെ കൊല്ലാനായി അദ്ദേഹം തോക്കുമായി ചേർന്നത്. ആ സമയത്ത് സാമുന്റെ മുത്തശ്ശൻ പ്രസിഡൻഷ്യൽ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ നിൽക്കുകയാണ്. ആ ഇലക്ഷന് വേണ്ടിയിട്ട് ഇദ്ദേഹം കുറെ ഫണ്ട് ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നീ എന്നെ കൊല്ലുകയാണെങ്കിൽ നിന്റെ കാശ് മുഴുവൻ വെറുതെ നഷ്ടപ്പെടുകയുള്ളൂ. അദ്ദേഹത്തിന് മകനെ നഷ്ടപ്പെട്ടതിന് പകരമായി തന്റെ പേരക്കുട്ടിയെ താൻ കൊന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ 2 കുടുംബങ്ങളും സമാനമായി എന്നൊക്കെ പറഞ്ഞായിരുന്നു മുത്തശ്ശൻ അന്ന് അദ്ദേഹവുമായി ഡീലുണ്ടാക്കിയത്. പക്ഷെ അതിനെക്കുറിച്ച് ഇനോടും ഹീജുവിനോടും പറയാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല. അന്ന് ശരിക്കും സാവന്റെ മുത്തശ്ശന്റെ മെമ്മോറിയൽ ഡേ ആയിരുന്നു. അവിടേക്ക് പോകാനായിട്ടായിരുന്നു ഇനയും ഹിജുവും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അവരെയും കൂട്ടി അദ്ദേഹം അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. പക്ഷെ തോക്കുമായിട്ടാണ് അവിടേക്ക് ചെന്നിറങ്ങിയത്. അത് കണ്ടപ്പോൾ ഹീജുവിന് എന്തോ പേര് തോന്നുന്നതിനാൽ അവൾ അപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞ് സാമുവിന് മെസ്സേജ് അയക്കുന്നുണ്ട്. അങ്ങനെ അവനും അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഹീജുവിന്റെ 2ാം മെമ്മോറിയൽ സർവീസ് നടക്കുന്ന സ്ഥലത്തേക്ക് ചെന്നിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന സാമുന്റെ മുത്തശ്ശന്റെ ഫോട്ടോയ്ക്ക് നേരെ വെടിവെക്കുന്നു. അതിനുശേഷം സാമുന്റെ അച്ഛന് നേരെ തൂക്ക് ചൂണ്ടിയും ഒരു സീൻ ഉണ്ടാക്കുന്നുണ്ട്. ദോജ കിഡ്നാപ്പറുടെ ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ 3ാമതൊരു GPS ലൊക്കേറ്റർ കൂടി സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ലൊക്കേഷൻ ഈ സമയത്ത് പോലീസുകാർക്ക് കിട്ടുന്നുണ്ട്. ഈ മെമ്മോറിയൽ സർവീസ് നടക്കുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് അവർക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചത്. അങ്ങനെ അവരും അങ്ങോട്ടേക്ക് പുറപ്പെടുന്നുണ്ട്. ശരിക്കുള്ള പാക് സാവോൻ കൊല്ലപ്പെട്ടു എന്നായിരുന്നല്ലോ സാവോന്റെ മുത്തശ്ശൻ ഹീജുവിന്റെ 2ാം അച്ഛനോട് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അവൻ ജീവനോടെ ഉണ്ട് എന്നറിഞ്ഞ് അവനെ തനിക്ക് വിട്ടുതരാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം ഈ സീൻ ഉണ്ടാക്കുന്നത്. പക്ഷേ ഈ സമയം അവർ നിൽക്കുന്നതിന്റെ തൊട്ടപ്പുറത്ത് ഒരു സ്ഫോടനം നടക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് വന്നിറങ്ങിയ സമയത്ത് അവിടെ റീത്തുകൾ കൊണ്ടുവച്ചുകൊണ്ടിരുന്നവരുടെ കൂട്ടത്തിൽ തന്റെ മകൻ നിൽക്കുന്നത് സാവോന്റെ അമ്മ കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവനായിരിക്കണം അതിന് പിന്നിലെന്ന് അവർ ഊഹിക്കുന്നുണ്ട്. സ്ഫോടനത്തെ തുടർന്ന് അവിടെ ഒരു തീപിടുത്തം ഉണ്ടാകുന്നു. അതോടെ എല്ലാവരോടും പുറത്തേക്കോടി രക്ഷപ്പെടാൻ ആരോ വന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ഓടാൻ തുടങ്ങുന്നു. അങ്ങനെ മൊത്തത്തിലാകെ ബഹളമാവുന്നുണ്ട്. സാവോനും അപ്പോഴേക്കും അങ്ങോട്ട് എത്തിയിരുന്നു. ഈ സമയത്താണ് പോലീസുകാർ വിളിച്ച് കിഡ്നാപ്പറുടെ ലൊക്കേഷൻ അവന് പറഞ്ഞു കൊടുക്കുന്നത്. താൻ എത്തിയിരിക്കുന്ന സ്ഥലത്ത് തന്നെയാണ് കിഡ്നാപ്പർ ഉള്ളതെന്ന് അറിഞ്ഞ് സാവോൻ ഒന്ന് ഷോക്കാവുന്നുണ്ട്. അപ്പോഴേക്കും ബിൽഡിങ്ങിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നവർ വരുന്നത് അവൻ കാണുകയും ചെയ്യുന്നു. സിറ്റുവേഷൻ കണ്ടപ്പോൾ തന്നെ സാവോൻ അപകടം മണക്കുന്നു. അങ്ങനെ അവൻ വേഗം അകത്തേക്ക് ഓടുന്നു. ഹീജുവിനെയാണ് അവൻ തിരിഞ്ഞുകൊണ്ടിരുന്നത്. അവൾ അവിടെ എങ്ങും ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് കിഡ്നാപ്പർ അവന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഹീജു ഇപ്പോൾ എനിക്കൊപ്പം ഉണ്ട്, ഞാൻ ഇപ്പോൾ ശരിക്കും അവളെ കൊല്ലാൻ പോവുകയാണ് എന്നറിയിക്കുന്നു. മുമ്പത്തെ പോലെ അവൻ ഹീജുവിനെ തട്ടിക്കൊണ്ടു പോയിരിക്കുകയാണ്. ഇപ്പോഴും വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് ഹീജു ആണ്. അവളുടെ കഴുത്തിന് നേരെ കത്തി ചൂണ്ടി
ഭീഷണിപ്പെടുത്തിയിട്ട് സാമനോട് സംസാരിക്കാൻ അവൻ ആവശ്യപ്പെടുന്നു. പക്ഷേ ഹീജു അതിന് തയ്യാറാവുന്നില്ല. ഹീജുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ സാമൻ വിളിച്ച് പറയുന്നുണ്ടെങ്കിൽ കിഡ്നാപ്പർ ആവുന്ന മൈൻഡ് ആക്കുന്നതേയില്ല. ചെറുപ്പത്തിൽ സാവന്റെ മുത്തശ്ശൻ അവനെ നദിയിൽ മുക്കിക്കൊല്ലാൻ തുടങ്ങിയ സമയത്ത് ഈ സാമോൻ അവന്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നത് കണ്ടിരുന്നല്ലോ. അത് കണ്ടിട്ടും തന്നെ രക്ഷിക്കാൻ ശ്രമിക്കാതെ അവൻ നോക്കി നിന്നു എന്നതാണ് ഈ കിഡ്നാപ്പർക്ക് സാമോനോടുള്ള ദേഷ്യത്തിന്റെ കാരണം. ഹീജുവിന്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി സാമോൻ അവന്റെ ഫോണിലൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതിന്റെ സഹായത്തോടെ സാമോൻ അവളെ കണ്ടുപിടിക്കാനായി വേഗം വണ്ടിയും എടുത്തുകൊണ്ട് പുറപ്പെടുന്നുണ്ട്. ഹീജുവിന് ധൈര്യം കൊടുക്കാനായി അവളോട് പേടിക്കണ്ട, ഞാൻ അങ്ങോട്ടേക്ക് വരികയാണ് എന്നും അവൻ പറയുന്നു. പക്ഷേ ഹീജു അവൻ പ്രതീക്ഷിച്ചതുപോലെയല്ല മറുപടി നൽകിയത്. നീ ഇങ്ങോട്ടേക്ക് വരണ്ട, ഈ ഒരു തവണ നിന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ എന്നെ അനുവദിക്കണം. ഞാൻ നിന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന കാര്യം മാത്രം നിന്റെ മനസ്സിലുണ്ടായിരുന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഹീജു പണ്ടത്തെ പോലെ വണ്ടിയുടെ സ്പീഡ് നന്നായി കൂട്ടുന്നു. കിഡ്നാപ്പറെ തട്ടി പുറകിലേക്ക് എന്നിട്ടാണ് അവളിത് ചെയ്തത്. അവളോട് സ്പീഡ് കുറയ്ക്കാനൊക്കെ അവൻ പറയുന്നുണ്ടെങ്കിൽ അവളൊന്നും കേൾക്കുന്നില്ല. ഇനി സാവോനെ ഇങ്ങനെ ഉപദ്രവിക്കാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വണ്ടി ഭയങ്കര സ്പീഡിൽ ഓടിക്കുകയാണ്. അവരൊരു മലമുകളിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത്. സൈക്കോ കിഡ്നാപ്പർ പോലും അവളുടെ സൈക്കോത്തരം കണ്ട് ആകെ പേടിച്ചിരിക്കുകയാണ്. അധികം വൈകാതെ ഹീജു വണ്ടി ഒരു സൈഡിലേക്ക് ഇടിച്ചു കയറ്റുന്നു. ഇടിയുടെ ശബ്ദം സാമോൻ ഫോണിലൂടെ കേൾക്കുന്നുണ്ട്. നിസ്സഹായതയോടെ അത് കേട്ടിരിക്കാനേ സാമോന് കഴിയുന്നുള്ളൂ. ഹീജു ഓടിച്ചിരുന്ന വണ്ടി ആ മലയുടെ താഴെയുണ്ടായിരുന്ന നദിയിലേക്കാണ് ചെന്ന് വീണത്. വണ്ടി കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞെങ്കിലും അവരുടെ ബോഡി ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പോലീസ് ഊർജിതമായി തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സാമോൻ ഈ സമയത്ത് ഒരു പത്രസമ്മേളനം നടത്തുന്നുണ്ട്. ആ സമ്മേളനത്തിൽ വെച്ചിട്ട് താൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന പാക്കിയോങ്ങിന്റെ മകനല്ല എന്നുള്ള സത്യം അവൻ വെളിപ്പെടുത്തുന്നു. ഈ പേരും ഈ ഐഡന്റിറ്റിയും ഒന്നും എനിക്ക് അവകാശപ്പെട്ടതല്ല. ഈ ജീവിതത്തിൽ എനിക്ക് എന്റേതെന്ന് പറയാൻ കഴിയുന്നത് ആകെ എന്റെ ഭാര്യ മാത്രമാണ്. പക്ഷേ അവളെ 2 ദിവസം മുമ്പ് എന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്ന ആൾ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. അവൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമായി നടക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ഒരു വിവരവും കിട്ടിയിട്ടില്ല. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ അവളെ കണ്ടെത്താൻ എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞ ഹീജുവിന്റെ ഒരു ഫോട്ടോ കൂടി അവൻ അവർക്ക് മുന്നിൽ കാണിക്കുന്നു. അവളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും പറയുന്നുണ്ട്. പ്രസ് മീറ്റ് ലൈവായി കണ്ടുകൊണ്ടിരുന്ന സാമോന്റെ ഓഫീസിലുള്ള കാങ്ങും ബാക്കി സ്റ്റാഫും അതേപോലെ തന്നെ യൂരിയും ഒക്കെ ഹീജുവാണ് അവന്റെ വൈഫ് എന്ന് അറിഞ്ഞ് ശരിക്കും ഷോക്ക് ആവുന്നുണ്ട്. ആർക്കും അതിനെപ്പറ്റി ഒരു ചെറിയ ക്ലൂ പോലും ഇല്ലായിരുന്നല്ലോ. ഹീജുവിനെ കുറിച്ച് പറയുന്ന സമയത്ത് സാമോൻ ശരിക്കും കരഞ്ഞു പോകുന്നുണ്ട്. അവളെ കണ്ടെത്താൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ എന്നെ സഹായിക്കണമെന്ന് അറിയിച്ചിട്ട് അവൻ പത്രസമ്മേളനം അവസാനിപ്പിക്കുന്നു. അതിനുശേഷം അവിടെ കാണിച്ചിരിക്കുന്ന ഹീജുവിന്റെ ഫോട്ടോയിലേക്ക് നോക്കി അവൻ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. എപ്പിലോഗിൽ മുമ്പത്തെ അവരുടെ കിസ്സിംഗ് വീണ്ടും കാണിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ സാമോൻ മതിയൊക്കെ എഴുന്നേറ്റിട്ട് ഞാൻ എപ്പോഴും എൻ്റെ ജീവിതം എന്തിനാണെന്ന് ചിന്തിക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ മറ്റൊരാളുടെ ജീവിതം ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജനിച്ചതെങ്കിൽ എനിക്കിങ്ങനെ ഒരു ജന്മം തരാതിരുന്നാൽ പോരായിരുന്നു. പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ സാമോനായി ജീവിച്ചത് നിന്നെ കണ്ടുമുട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ് എന്നൊക്കെ അവൻ നല്ല വിഷമത്തിൽ പറയുന്നുണ്ട്. ഹീജു അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് ചേർത്ത് പിടിക്കുന്നു.